എന്താണ് റോബോട്ടിക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ? നമ്മുടെ റോബോട്ടിക് ട്രാൻസ്പ്ലാന്റിന് ശേഷം നെക്സ്റ്റ് ഡേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ രോഗി ഓൾമോസ്റ്റ് ഐസിലൂടെ തന്നെ പിടിച്ച് നടക്കുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തി. ഒട്ടും പെയിൻ ഇല്ലാത്തൊരവസ്ഥ. അത് അപ്പോഴാണ് ഇതൊരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നിയത്. ഡോക്ടർ, ഒരു ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം ഈ കണ്ണൂരിൽ ആദ്യമായിട്ട് തന്നെ നടക്കുമ്പോൾ ഈ കണ്ണൂരുകാർക്ക് ഇതുകൊണ്ട്, അതും റോബോട്ടിക് സർജറിയും കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുക? അതുപോലെ തന്നെ ഇത് പ്രാവർത്തികമാക്കുവാനുള്ള ചലഞ്ചസ് അങ്ങയുടെ മുമ്പിൽ എന്തൊക്കെയായിരുന്നു? തീർച്ചയായിട്ടും അമൽ, ഞാനൊരു നെഫ്രോളജിസ്റ്റാണ്. അപ്പം നമ്മൾ ഏറ്റവും അധികം ഡീൽ ചെയ്യുന്നത് ഡയാലിസിസ് രോഗികളുമായിട്ടാണ്. കിഡ്നി 2 വൃക്കകളും പൂർണ്ണമായി ആയതിനു ശേഷം ജീവിതകാലം മുഴുവൻ ഡയാലിസിസോ അല്ലെങ്കിൽ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയോ എന്ന ഓപ്ഷൻസ് മാത്രമുള്ള രോഗികളെയാണ് ഞാൻ ഏറ്റവും അധികം എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ തന്നെ ഏറ്റവും അധികം കാണുന്നത്. അപ്പം ഞാൻ പഠിച്ചത് പഞ്ചാബിൽ ചണ്ഡീഗഡിൽ PGI എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇന്ത്യയിൽ തന്നെ ആക്ച്വലി ഏറ്റവും അധികം ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ഒരു സെൻറ്ററിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ 5 വർഷം ഞാൻ കണ്ണൂർ വർക്ക് ചെയ്തു. അപ്പം കണ്ണൂർ ആക്ച്വലി ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ലൈസൻസ് ഉള്ള ഹോസ്പിറ്റൽസ് നമുക്കില്ല. അപ്പം നമുക്ക് ആ ഒരു പ്രാക്ടീസ് അല്ലെ സർജിക്കൽ പ്രാക്ടീസ് അല്ലെ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ലൈസൻസ് ഇല്ലാതെ. അപ്പം നമുക്ക് ഒരു സ്വന്തമായി നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാകണം. നമ്മൾ കാണുന്നൊരു പേഷ്യൻറ്റിന് ഒരു കിഡ്നി രോഗം നമ്മൾ തിരിച്ചറിഞ്ഞു, ചികിത്സിച്ചു. ചില ആളുകൾക്ക് അത് ഡയാലിസിസിലേക്ക് നീങ്ങാം. ആ ഡയാലിസിസിലേക്ക് നീങ്ങിയതിന് ശേഷവും അതിന് പൂർണ്ണമായ ഒരു ചികിത്സയുടെ ഒരു സമ്പൂർണ്ണത എന്ന് പറയുന്നത് ഒരു വൃക്ക മാറ്റിവെക്കലും കൂടെ ഓഫർ ചെയ്ത് ആ പേഷ്യൻറ്റിനെ തിരിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക് ഒരു പൂർണ്ണ രീതിയിൽ നോർമൽ രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം പൂർണ്ണമായി ആ ഒരു സർവീസ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു നെഫ്രോളജിസ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം അതിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമായിരുന്നു. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പ്രയത്നം തന്നെയാണ്. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന ശ്രീചന്ദ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കിംസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ 20-ൽ മുകളിൽ ഹോസ്പിറ്റൽസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ചെയിനാണ്. അവർക്കിപ്പം കരുനാഗപ്പള്ളി ഹോസ്പിറ്റൽസ് ഉണ്ട്, അവരിപ്പം കാലിക്കറ്റും പാലക്കാടും തൃശ്ശൂരും എല്ലാം പുതിയ ഹോസ്പിറ്റൽസ് എടുക്കുന്നു. അപ്പോൾ അത്രയും വലിയൊരു ചെയിൻ കണ്ണൂരേക്ക് വരുമ്പം തീർച്ചയായും അവരുടെ ഒരു സർവീസായി റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടാകും എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എഫേർട്സ് എന്ന രീതിയിൽ നമുക്ക് ആദ്യം ട്രാൻസ്പ്ലാന്റേഷൻ ലൈസൻസ് നേടിയെടുക്കണം. ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ലൈസൻസ് നമ്മളൊരു ഹോസ്പിറ്റൽ ഒരു പുതിയ ലോഞ്ചിന് ശേഷം ഒരു 10 മാസങ്ങളിൽ നേടിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചായിരുന്നു. അപ്പം കാരണം അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കണം, ഡോക്ടേഴ്സിൻ്റെ ടീമിനെ റെഡിയാക്കണം, ആ ഇൻസ്പെക്ഷൻ പ്രോഗ്രാമിന് വേണ്ടി വരുന്ന ടീം അതിനെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ലൈസൻസ് തരണം. അതിൻ്റെ നിയമക്കുരുക്കളെല്ലാം മറികടന്ന് ആ ലൈസൻസിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ ഒരു ലൈസൻസിന് ശേഷം ഒരു പ്രോഗ്രാം ആരംഭിക്കുമ്പോൾ നമ്മളെ വിശ്വസിച്ച് ഒരു സർജറിക്ക് ഒരു പേഷ്യൻസ് മുന്നോട്ട് വരിക എന്നുള്ളതും വലിയൊരു ചലഞ്ചാണ്. കാരണം അപ്പം മിക്കപ്പോഴും നമ്മുടെ തന്നെ രോഗികൾ, ഇപ്പം നമ്മളെ തന്നെ ചികിത്സിക്കുന്ന 2 വർഷമായി നമ്മുടെ ഫോളോ അപ്പിലുള്ള പല പേഷ്യൻസും ആണ് ട്രാൻസ്പ്ലാന്റേഷൻ ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ മുന്നോട്ട് വന്നത്. അപ്പം ആ രോഗികൾക്ക് നമ്മളിലുള്ള ട്രസ്റ്റ് പലപ്പോഴും നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അപ്പം അവർക്ക് ഇവിടെ തന്നെ സർജറി ചെയ്യണം, കണ്ണൂർ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം അവർക്ക് നമ്മളെക്കാൾ അധികമായിട്ട്, ചില പേഷ്യൻസൊക്കെ 10 മാസം വെയിറ്റ് ചെയ്ത പേഷ്യൻ്റ് ഉണ്ട് ഇതിനു വേണ്ടി മാത്രം. അപ്പം ആ പേഷ്യൻസിൻ്റെ ഒരു വിശ്വാസം നമുക്ക് ഒത്തിരിയധികം എനർജി തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ സർജിക്കൽ ടീമായിരുന്നു. കാരണം സൗത്ത് ഇന്ത്യയിൽ തന്നെ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റേഷനിൽ തന്നെ ഒരു പയനിയർ ആയിട്ടുള്ള ഒരു മേജർ ഫിഗർ ഡോക്ടർ മോഹൻ കേശവമൂർത്തി എന്ന് പറയുന്ന ഒരു ഡോക്ടറും ഡോക്ടറുടെ ടീമും നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ ഈ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിന് ഒരു വർഷമായി നമ്മുടെ ഒപ്പമുണ്ട്. അപ്പം അവരുടെ ഒരു സ്കില്ല്, റോബോട്ടിക് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന ഡോക്ടേഴ്സ് മാത്രം ചെയ്യുന്നതാണ് ഇന്ത്യയിൽ. അപ്പം ആ ഒരു ടീമിൻ്റെ പ്രസൻസ് നമുക്ക് വരുന്ന കോൺഫിഡൻസും വളരെ അധികമായിരുന്നു. അപ്പം അതുപോലെ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഡോക്ടേഴ്സിൻ്റെ ടീം, ക്ലിനിക്കൽ ടീം, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, പ്രധാനമായിട്ടും നമ്മുടെ CEO ഫർഹാൻ സാറിൻ്റെയൊക്കെ സ്വപ്നമായിരുന്നു ഈ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം. അപ്പം അതുപോലെയുള്ള സപ്പോർട്ടീവ് സ്റ്റാഫ് എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒത്തിരി എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയി ആ പ്രോഗ്രാം നടപ്പിലാക്കി. ആ പേഷ്യൻ്റ് സർജിക്കൽ നമുക്ക് ആക്ച്വലി 2 പേഷ്യൻസാണ് നമ്മൾ ഡിസംബറിൽ ചെയ്തത്. ആ 2 പേഷ്യൻസ് സർജറി നമുക്കൊരു സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഇപ്പോൾ പേഷ്യൻസ് നോർമലായി നിൽക്കുന്നു, 2 പേരുടെയും ക്രിയാറ്റിനൊക്കെ നോർമലായി, എല്ലാവരും ഹാപ്പിയായി മുന്നോട്ട് പോവുകയാണ്.
അപ്പം അത് വലിയൊരു നമുക്കൊത്തിരി സന്തോഷം തരുന്ന ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വളരെ വലുതായിരുന്നു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേരളത്തിൽ ഏറ്റവും അധികം ഡയാലിസിസ് സെൻറ്റേഴ്സ് ഉള്ള ജില്ലകളിൽ ഒന്നാണ് കണ്ണൂർ. കാരണം ഞാൻ കഴിഞ്ഞ 5 വർഷത്തിൽ ഇവിടുത്തെ ഡയാലിസിസ് പേഷ്യൻസിൻ്റെ ഒരു എക്സ്പോണൻഷ്യൽ നമ്പേഴ്സ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. കാരണം ഞാൻ ആരംഭിക്കുമ്പം കരുവഞ്ചാൽ നമ്മുടെ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽസിനോടനുബന്ധിച്ചുള്ള ഏഞ്ചൽ ഡയാലിസിസ് സെൻറ്റേഴ്സ് ഞാനാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആദ്യം ഒരു 2-3 മെഷീനായിട്ട് ആദ്യം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 10 മെഷീനായിട്ട് എക്സ്പാൻഡ് ചെയ്തു. നമ്മുടെ ആർച്ച് ബിഷപ്പ് ഞെരളക്കാട് പിതാവിൻ്റെ ഒരു പദ്ധതി പ്രകാരം അതൊരു ഫ്രീ സർവീസായി കുറേയൊക്കെ സഹായിക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചു. 10 മെഷീൻ്റെ പ്രോഗ്രാം സ്ലോട്ടില്ലാതെ നിറഞ്ഞ അവസ്ഥയിലേക്ക് വന്നു. ഇപ്പം വീണ്ടും നമുക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ചാരിറ്റി ആയിട്ട് മെഷീൻസ് കിട്ടി. ഇപ്പോൾ ഏകദേശം 17 മെഷീൻസ് ഉള്ള ഒരു യൂണിറ്റ് അവിടെ സ്ലോട്ട് ഫുള്ളായി നൈറ്റിലേക്ക് ഇപ്പോൾ പേഷ്യൻസിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മലയോര മേഖലയിലൊരു പ്രധാന ഭാഗമായ കരുവഞ്ചാലിൽ ഞാൻ കവർ ചെയ്യുമ്പം എത്രമാത്രം അവിടെ പേഷ്യൻസ് കൂടുന്നതെന്ന് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ ഇരിട്ടിയിൽ അമല ഹോസ്പിറ്റലിൽ ഞാൻ കഴിഞ്ഞ 4-5 വർഷമായി വർക്ക് ചെയ്യുന്നു. അവിടെയും ഡയാലിസിസ് മെഷീൻസ് കൂട്ടേണ്ട അവസ്ഥ, സ്ലോട്ട് ഇല്ലാത്ത അവസ്ഥ. ഇരിട്ടിയിൽ തന്തോടുള്ള ഏഞ്ചൽ ഡയാലിസിസ് സെൻറ്റർ ഞാൻ തന്നെ കവർ ചെയ്യുന്നത്. അപ്പം അവിടെയെല്ലാം നമുക്ക് സ്ലോട്ട് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 4-5 വർഷത്തിൽ. അപ്പം പറയപ്പെടുന്നത് കഴിഞ്ഞൊരു 4-5 വർഷത്തിൽ കേരളത്തിൽ ഡയാലിസിസ് രോഗികളുടെ എണ്ണത്തിൽ ഒരു 200% വർധനയുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡയാലിസിസ് രോഗികൾക്കെല്ലാം ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പ്ലാന്റ് ആണ്. പലപ്പോഴും ട്രാൻസ്പ്ലാന്റിലേക്ക് പലർക്കും നീങ്ങാൻ പറ്റാത്തത് അതിൻ്റെ റീച്ചബിലിറ്റി എന്നൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം അതിൻ്റെ വർക്കപ്പിന് വേണ്ടി ഇപ്പം എറണാകുളത്തോ അല്ലെങ്കിൽ കാലിക്കറ്റോ സ്ഥിരമായി പോയി വരിക, അല്ല അതിൻ്റെ സർജറിക്ക് സമയത്ത് അവിടെ വീടെടുത്ത് താമസിക്കുക, ഒരു ഫാമിലി മുഴുവൻ അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഓൾമോസ്റ്റ് 3-4 മന്ത്സ്. അത് പലർക്കും അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സാമ്പത്തികമായി കുറഞ്ഞ നിരക്കിൽ കണ്ണൂരിൽ തന്നെ വീട്ടിൽ നിന്ന് ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് എത്രമാത്രം ഡിഫറൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പേഷ്യൻസിൻ്റെ റെസ്പോൺസിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം. വലിയൊരു മാറ്റം തന്നെയാണ്. തീർച്ചയായും. കാരണം ആ രോഗികൾക്ക് അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. അവർക്ക് നമ്മുടെ ആദ്യത്തെ പേഷ്യൻ്റ് ആക്ച്വലി നമ്മൾ സർജറി ചെയ്ത് 7-ാം ദിവസം നമ്മൾ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് വിടുന്നു എന്ന് പറഞ്ഞപ്പം റിലേറ്റീവ്സ് ചോദിക്കുക, ഇത്രയും പെട്ടെന്ന് എങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരിക? എല്ലാവരുടെയും കൺസെപ്റ്റിൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസം പിന്നെ വീട്ടിലേക്ക് വരില്ല എന്നാണ് സാധാരണ ഒരു ചിന്ത. അപ്പം അതൊക്കെ അവർക്ക് ഒരു ഒത്തിരി അനുഗ്രഹമായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഒത്തിരി ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമാകുന്നൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ടോം സാർ, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്താണ് ഈ റോബോട്ടിക് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ? ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക. റോബോട്ടിക് ട്രാൻസ്പ്ലാന്റേഷൻ പറയുന്നതിന് മുൻപ് ആദ്യം നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ അറിഞ്ഞിരിക്കണം. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കിഡ്നി പേഷ്യൻറ്റിന് 2 കിഡ്നീസും ഫെയിൽ ആയതിനു ശേഷം അയാൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡോണർ, ലൈവ് ഡോണർ, ഒരു നിയർ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ലൈവ് ഡോണർ അവരുടെ ഒരു കിഡ്നി സർജിക്കലി നമ്മൾ റിമൂവ് ചെയ്ത് ഇവരുടെ ബോഡിയിൽ വയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് രക്തക്കുഴലിലേക്ക് അറ്റാച്ച് ചെയ്യുകയും യൂറിൻ ട്യൂബ് ബ്ലാഡറിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സർജറി. ഇതിൽ സാധാരണയായി ഡോണറുടെ സർജറി നമ്മൾ ലാപ്രോസ്കോപ്പിക്കലിയാണ് റിമൂവ് ചെയ്യുന്നത്. അത് ഓൾമോസ്റ്റ് കീ ഹോൾ പ്രൊസീജിയറാണ്. ഒത്തിരി അസ്വസ്ഥത പേഷ്യൻറ്റിന് ഡോണറൊക്കെ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ ഒരു കൺവെൻഷണലായിട്ട് ഓപ്പൺ മെത്തേഡ് വഴി നമ്മൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ചെയ്യുമ്പോൾ ഒരു വലിയ സ്കാർ, ഓൾമോസ്റ്റ് ഇത്രയും വലിയൊരു സ്കാർ നമ്മൾ കീറിയിട്ടാണ് നമ്മളത് വെസലിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു മസിൽ കട്ടിങ് സർജറി ആകുമ്പോൾ അതിൻ്റേതായ പേഷ്യൻ്റ് ഡിസ്കംഫോർട്ട് വളരെ അധികമാണ്. കാരണം അത് മുറിവുണങ്ങാനുള്ള ബുദ്ധിമുട്ട്, പേഷ്യൻ്റെ പെയിൻ, നടക്കാനുള്ള ബുദ്ധിമുട്ട്, റിക്കവറി ഭയങ്കര ഡിലേ ആയി വരുന്ന അവസ്ഥ, ഇൻഫെക്ഷൻ്റെ സാധ്യത വളരെ കൂടുതൽ, ബ്ലീഡിങ്ങിൻ്റെ സാധ്യത കൂടുതൽ. ആ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് പലപ്പോഴും വളരെ ഒരു ചലഞ്ചിങ് ആയിട്ട് പല പേഷ്യൻസിന് വരാറുണ്ട്. കോംപ്ലിക്കേഷൻസ് കുറച്ച് അധികമായി കാണാറുണ്ട്. അപ്പം ആ ഒരു ടൈമാണ് നമുക്ക് ഇപ്പം നമ്മളൊരു നെഫ്രോളജിസ്റ്റിനെ സംബന്ധിച്ചുള്ള നമുക്ക് ഏറ്റവും ഒരു ഡിഫിക്കൽട്ടി നമ്മൾ ആ സർജിക്കൽ ഒരു ഇഷ്യൂ ടൈഡ് ഓവർ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഡിഫിക്കൽട്ടി എല്ലാം കവർ ചെയ്തിട്ട് റോബോട്ടിക് സർജറിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഒരു കീഹോൾ പ്രൊസീജിയറായിട്ട് നമ്മൾ മറ്റേ പിത്താശയത്തിൻ്റെ സർജറി, ലാപ്രോസ്കോപ്പിക് കോളിസിസ്റ്റെക്ടമി എന്ന് പറയുന്ന പോലെ ഒരു കീഹോൾ വഴിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തു, വയറിൻ്റെ ആ ഭാഗത്തുള്ള രക്തക്കുഴലിനെ അപ്രോച്ച് ചെയ്യുകയും കിഡ്നി ചെറിയൊരു ഇൻസെഷനിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കടത്തിയതിന് ശേഷം വളരെ മൈന്യൂട്ടായി വളരെ പ്രിസിഷനോടെ റോബോട്ടിക് ആംസ് വഴി ആ ഒരു രക്തക്കുഴലിലേക്ക് അത് കണക്ട് ചെയ്യുകയും അതിൻ്റെ സർജറി അവിടെ വെച്ച് കംപ്ലീറ്റ് ആവുകയും മിനിമൽ വൂണ്ടോടുകൂടെ ആ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ പേഷ്യൻറ്റ് ഞാൻ എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ് സർജറി ശേഷം പിറ്റേ ദിവസം വൈകുന്നേരത്തോടെ റൂമിലൂടെ നടക്കാൻ തുടങ്ങി. 4-ാം ദിവസം ICU റൂമിലേക്ക് എത്തി. 6-ാം ദിവസം 7-ാം ദിവസം ഡിസ്ചാർജ് ആക്കാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റർ റിക്കവറി, ലെസ് പെയിൻ, ലെസ് ചാൻസ് ഓഫ് കോംപ്ലിക്കേഷൻ, ലെസ് ചാൻസ് ഓഫ് ബ്ലീഡിങ്, ലെസ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ. പിന്നെ നമുക്ക് തന്നെ കാണാൻ പറ്റും, നമ്മൾ ആ OT നിൽക്കുമ്പോൾ നമുക്ക് തന്നെ അത്ര വ്യക്തതയോടെ ആ ഒരു കണക്ഷനും സൂച്ചറിങ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കത് അതിൻ്റെ പ്രിസിഷൻ നമുക്ക് വളരെ കോൺഫിഡൻസോടെ കാണാൻ പറ്റും. യൂഷ്വലി ഇതിൻ്റെ ഏറ്റവും ട്രാൻസ്പ്ലാന്റ് സർജറിയിലെ ഏറ്റവും മോസ്റ്റ് ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് ആ സർജിക്കൽ ടെക്നിക്കും അനാസ്റ്റമോസുമാണ്. അപ്പം അതിലെന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴാണ് പിന്നെ ഫ്യൂച്ചറിലേക്കുള്ള പ്രോബ്ലംസ് എപ്പോഴും കാണുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി നമുക്ക് ഒരു മെഷീൻ്റെ ഹെൽപ്പോടെ കൂടുതൽ പ്രിസിഷനോടെ ആ സർജൻ്റെ സ്കില്ലിൽ ഏറ്റവും യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് റോബോട്ടിക് ട്രാൻസ്പ്ലാന്റേഷനിലൊരു ഡിഫറൻസ്. ഈ റോബോട്ടിക് സർജറിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു ഡൗട്ടുണ്ട്. അതായത് OT-ക്കകത്ത് എത്ര ടീം അവിടെ ലൈവായിട്ടുണ്ടാവും, അതുപോലെ തന്നെ നോർമൽ സർജറിയും റോബോട്ടിക് സർജറിയും തമ്മിലുള്ള ആ ഒരു പ്രൊസീജിയറിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് പ്രേക്ഷകരോട് പറയുക? തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ചിലർ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ട് മൊത്തം ചെയ്തോളും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ആക്ച്വലി സാധാരണ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വേണ്ട രീതിയിലുള്ള ആൾക്കാരുടെ എണ്ണം തന്നെയാണ് റോബോട്ടിക് സർജറിയിലും വേണ്ടത്. ഓൾമോസ്റ്റ് സെയിം നമ്പേഴ്സ് തന്നെ വേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റോബോട്ടിക് ആംസ് നമ്മുടെ ബോഡിയിലേക്ക് കടത്തിയതിന് ശേഷം വേറെ ആരും അവിടെ ടച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊരു റോബോട്ടിക് കൺസോള് കണക്റ്റഡ് ആയിരിക്കും. നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ ആ സർജൻ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ പ്രിസിഷനായി ക്യാമറയിൽ കാണുകയും അതനുസരിച്ചിട്ട് ആ സർജിക്കൽ ആംസ് അയാളുടെ കയ്യിലാണ്. അപ്പോൾ അതിൻ്റെ 2 കയ്യിൽ പുള്ളിക്ക് അതെല്ലാം കവർ ചെയ്യാൻ പറ്റും. അപ്പം ആ ഇൻട്രാ അബ്ഡോമിനൽ കാര്യങ്ങളെല്ലാം ആ ഒരു ഒറ്റ സർജനാണ് അത് ഡീൽ ചെയ്യുന്നത്. OT-യുടെ പേഷ്യൻ്റ് സൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും. OT-യുടെ പേഷ്യൻ്റ് സൈഡ് അനസ്തറ്റിസ്റ്റ് ഉണ്ടാവും, സർജൻസ് ഉണ്ടാവും, നഴ്സസ് സ്റ്റാഫ് ഉണ്ടാവും. ഇതെല്ലാ സ്റ്റാഫും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ ആ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരു സിംഗിൾ സർജൻ ആയിരിക്കും. മെയിൻ കാര്യം ഫൈനൽ അനാസ്റ്റമോസിസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്കിൽഡായിട്ട് ഒത്തിരി ഇതിൻ്റെ ട്രെയിനിങ്ങും സ്റ്റെപ്പും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു സർജന് ഒരു റോബോട്ടിക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെയും അങ്ങേയറ്റം എത്തിയാൽ മാത്രമേ ഒരു റോബോട്ടിക് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ വളരെ വിരലെണ്ണാവുന്ന ഡോക്ടേഴ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. എനിക്കൊന്ന് കേരളത്തിൽ ആക്ച്വലി കറൻ്റ്ലി ഒരു 1-2 ഡോക്ടേഴ്സ് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. സർ, വിദേശ രാജ്യങ്ങളിലെ ഏറ്റവും സർവ്വസാധാരണമായ റോബോട്ടിക് സർജറികൾ നമ്മുടെ ഈ കേരളത്തിൽ എത്രമാത്രം പോസിബിൾ ആണ് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും. കാരണം ആക്ച്വലി റോബോട്ടിക് സർജറിയുടെ ഡെവലപ്മെൻറ്റ് കൂടുതലും അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്. കേരളത്തിൽ റോബോട്ടിക് സർജറി ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് ഒത്തിരി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ഒരു മെഷീനാണ്. കാരണം ആ മെഷീന് തന്നെ ഏകദേശം ഒരു 18 കോടിയോളം ചിലവ് വരുന്ന ഒരു മെഷീൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പം എല്ലാ ഹോസ്പിറ്റലിലേക്കും എന്തായാലും അത് എത്തിക്കാൻ തീർച്ചയായിട്ടും സാധിക്കില്ല. ഇപ്പം കിംസിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് മാത്രമാണ്, കിംസ് ഹോസ്പിറ്റലിൻ്റെ ഭാഗമായത് മാത്രമുകൊണ്ടാണ് നമുക്ക് കിംസ് റീജിയനിൽ നമുക്കത് ആ മെഷീൻ അവിടെ അവൈലബിൾ ആക്കാൻ പറ്റുന്നത്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം, അതുപോലെ അത് ചെയ്യാൻ പറ്റിയ സ്കിൽഡായിട്ടുള്ള സർജൻസും ടീംസും ഉണ്ടാകണം. അപ്പം ഇതെല്ലാം ഒരുമിക്കുമ്പം മാത്രമേ ഇതെല്ലാം ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിലെ ആരോഗ്യമേഖല തീർച്ചയായും മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടാവും. കാരണം നമ്മുടെ ഹോസ്പിറ്റൽസ് കൂടുതൽ ഡെവലപ്പ് ആവുന്നു, കൂടുതൽ ഫെസിലിറ്റീസ് ഹോസ്പിറ്റൽസിൽ വരുന്നു, കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ രീതിയിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ളൊരു മേഖല കേരളം തന്നെയാണ്. അപ്പം ചിലപ്പം പലരും പുറത്തായിരിക്കാം, മറ്റ് സ്റ്റേറ്റ്സിലായിരിക്കാം, ഔട്ട് ഓഫ് കൺട്രി ആയിരിക്കാം. അവർക്കെല്ലാം തിരിച്ചു വരാനും ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാനും ഏറ്റവും അവരുടെ സ്കിൽസ് ഏറ്റവും യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ പേഷ്യൻസ് പലപ്പോഴും നമ്മൾ വിചാരിക്കും പേഷ്യൻസ് ഇങ്ങനത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതവർക്ക് ഒരു ഭയമായിരിക്കും എന്നൊക്കെ വിചാരിക്കും. എൻ്റെ ആക്ച്വലി 2 പേഷ്യൻസും നമ്മൾക്കൊരു ഫെസിലിറ്റി ഇങ്ങനെ ഉണ്ട് എന്നറിയുമ്പം ഇങ്ങോട്ട് വോളണ്ടറി ചെയ്തിട്ടാണ് അവരിങ്ങോട്ട് വന്നത്. അപ്പം പലപ്പോഴും നമ്മളെ സർപ്രൈസ് ചെയ്യുന്നതാണ് നമ്മുടെ പേഷ്യൻസ്. അപ്പം ഒരു നല്ല ക്വാളിറ്റിയോടെ ഒരു സർവീസ് കൊടുക്കാൻ ഒരു സ്ഥലം ഉണ്ട് എന്നുണ്ടെങ്കിൽ പേഷ്യൻസ് തന്നെ ചോയ്സ് എടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫെയ്ത്ത് ആയിട്ടുള്ള കാര്യം അവരുടെ ഡോക്ടറോടുള്ള വിശ്വാസം തന്നെയാണ്. തീർച്ചയായും. നമ്മളിലുള്ള അവരുടെ വിശ്വാസവും
പിന്നെ ആ വിശ്വാസം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതും അതിനുശേഷമുള്ള അവരുടെ ഒരു ഹാപ്പിനെസ്സും നമുക്ക് ഒത്തിരിയധികം സന്തോഷം തരുന്നത് തന്നെയാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വാർത്ത തന്നെയായിരുന്നു റോബോട്ടിക് സർജറിക്ക് അങ്ങ് നേതൃത്വം നൽകിയത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒന്ന് അന്നത്തെ ആ പേഷ്യൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ്, സർജറി ടീമിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. കാരണം നമുക്കിത് ഒരു പുതുമ തന്നെയാണ്. ഇപ്പം ഞാൻ സർജിക്കലി ആസ്പെക്റ്റിൽ നമുക്കിത് നമ്മളല്ല ഇത് ചെയ്യുന്നത്, സർജൻസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊരു വളരെ വലിയ പുതുമ തന്നെയാണ് അതിൻ്റെ ഒരു പൊസിഷനോടെ ആ സർജറി കാണുന്നത്. അതിനുശേഷം ആ പേഷ്യൻറ്റിൻ്റെ ഫാസ്റ്റ് റിക്കവറി നമുക്ക് ഒത്തിരി സന്തോഷം നൽകി. ഒ പിയിൽ അവർ ഫോളോ അപ്പിന് വരുമ്പം അവരുടെ ഹാപ്പിനെസ് കാണുമ്പം ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും അതൊരു നമ്മൾ ആ സമയത്ത് കുറേ ചലഞ്ചസ് നേരിട്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആ പേഷ്യൻ്റെ ഹാപ്പിനെസ് കാണുമ്പം സന്തോഷം തന്നെയാണ്. സർ, കിഡ്നി രോഗം ഓരോ ദിവസവും ചെല്ലും തോറും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ കാണുന്നത്. എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ രീതിയിൽ? എന്തൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ കിഡ്നി രോഗത്തെ മാറ്റി നിർത്താൻ സാധിക്കും? നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്സിനേക്കാളും ഏറ്റവും പ്രധാനം ജനങ്ങൾക്ക് ഇത് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് ഏറ്റവും അതിൻ്റെ അവസാനം ഇത്രയും ഒരു വലിയൊരു പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്നതിനേക്കാളും മുൻപ് വളരെ ചെറിയ സ്റ്റെപ്സിലൂടെ നമുക്കിതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പല പേഷ്യൻസിനെയും നമ്മൾ കാണുമ്പം നമുക്ക് തന്നെ വിഷമം തോന്നും. ഇവർക്കൊക്കെ ഇവരുടെ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും പ്രോപ്പറായി ട്രീറ്റ് ചെയ്യുകയും നേരത്തെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് സ്ക്രീനിങ് വഴി തിരിച്ചറിയുകയും ചെയ്തിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കില്ലായിരുന്നോ, അതും വളരെ ചെറിയ ചിലവിൽ തന്നെ സാധിക്കില്ലായിരുന്നോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ വളരെയധികം ഡയാലിസിസ് രോഗികളുടെ എണ്ണം കൂടുന്നു. അതിൻ്റെ ഒറ്റ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും വളരെ അധികമാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പല പേഷ്യൻസും പ്രോപ്പറായ രീതിയിൽ എടുക്കാൻ സാധിക്കുന്നില്ല. അല്ല, അതിൻ്റെ കൺട്രോളിലേക്ക് മരുന്നുകൾ എല്ലാവരും എടുക്കുന്നുണ്ട്, അതിൻ്റെ കൺട്രോളിലേക്ക് എത്തുന്നില്ല. പലരും അതിൻ്റെ കോംപ്ലിക്കേഷൻസിൻ്റെ, അതായത് ഇപ്പോൾ കിഡ്നിയെ ബാധിക്കുന്നുണ്ടോ, ഹാർട്ടിനെ ബാധിക്കുന്നുണ്ടോ, ഞരമ്പുകളെ ബാധിക്കുന്നുണ്ടോ, രക്തോട്ടത്തെ ബാധിക്കുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ പരിശോധിക്കുന്നില്ല. കണ്ണുകളെ ബാധിക്കുന്നുണ്ടോ, ഇതൊക്കെ സ്ക്രീനിങ് വഴി പരിശോധിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെയും പ്രോപ്പർ എത്തേണ്ട സ്ഥലത്ത്, അതായത് പ്രോപ്പർ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കെയറിലേക്ക് പോകുന്നില്ല. ഏതെങ്കിലും ഒരു ഡോക്ടർ എവിടെന്നെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്തൊരു മെഡിസിൻ വർഷങ്ങളോളം ആ പേപ്പർ വെച്ച് തന്നെ മേടിച്ചുകൊണ്ടിരിക്കും. എപ്പോഴേലും വർഷത്തിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, തന്നെ ചികിത്സിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കിഡ്നിയുടെ ക്രിയാറ്റിനിൻ എന്ന് പറയുന്ന ഒരളവ്, ഇപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞല്ലോ, അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷനിൽ ഒരു കിഡ്നി ഒരു ഡോണർ ഒരാൾക്ക് കൊടുത്തു. ഇപ്പം നമ്മുടെ 2 ഡോണേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 2 ഡോണേഴ്സിൻ്റെ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം ഒരു 1.2 1.1 ആ ലെവലിലാണ്. അപ്പോൾ പകുതിയോളം കിഡ്നി അവർ കൊടുത്തതിന് ശേഷവും അവരുടെ ക്രിയാറ്റിൻ 1.2 ആണ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാവുന്നത്, 50% കിഡ്നിക്ക് തകരാറ് വന്നു കഴിഞ്ഞതിന് ശേഷവും ക്രിയാറ്റിൻ കൂടാൻ സാധ്യതയാകുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാമല്ലോ. ഒരു രോഗിക്ക് ക്രിയാറ്റിൻ പലപ്പോഴും 1.8 അല്ലെ 2 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയസ് ആണ്, അത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്, ഒരു നെഫ്രോളജിസ്റ്റിനെ കാണേണ്ടതാണ് എന്നൊരു ധാരണ പലർക്കും ഇല്ല. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു അവയർനെസ് എല്ലാവരിലേക്ക് എത്തിക്കണം. ഡയറ്റ് ശ്രദ്ധിക്കണം. മെയിൻലി സ്ക്രീനിങ് സമയത്ത് അല്ലെങ്കിൽ ഒരു എർലി ഫേസിൽ നമ്മൾ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും രീതിയിലുള്ള ഒരു ഡയറ്റ് കൺട്രോൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് കൂടുതൽ പ്രധാനം. ടോം സാർ ആക്ച്വലി ഒരു പാലാ അച്ചായനാണ് എന്ന് കേട്ടിട്ടുണ്ട്. പാലായിൽ നിന്ന് മലയോരത്തിലേക്ക് ഈ കണ്ണൂർ മേഖലയിലേക്കുള്ള ഒരു വരവിനെ കുറിച്ചും ഇവിടെ കിഡ്നി രോഗികൾക്കിടയിൽ നിസ്തുലമായ സേവനം ചെയ്തുകൊണ്ട് പല ഡയാലിസിസ് സെൻ്ററുകളും കവർ ചെയ്ത് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പല പേഷ്യൻസിനും കൈത്താങ്ങായി മാറിയ കഥ അങ്ങ് പറഞ്ഞു വെച്ചു. എന്താണ് പാലായിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ സേവനം ചെയ്യാനുള്ള കാരണങ്ങൾ, അങ്ങനെ ഫാമിലിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. ഞാൻ ജനിച്ചതും വളർന്നതും പാലായിലാണ്. പ്രോപ്പർ പാലക്കാരൻ തന്നെയാണ്. 12 വർഷം അവിടെ പഠിച്ചു. അതിനുശേഷം MBBS തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പഠനത്തിന് ശേഷം MD മെഡിസിൻ എനിക്ക് ഡൽഹി എയിംസിൽ പഠിക്കാൻ സാധിച്ചു. ഡൽഹി എയിംസിൽ പഠിക്കുമ്പോഴാണ് നമുക്കിതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പോഷറും കാര്യങ്ങളും എല്ലാം നെഫ്രോളജി എടുക്കണം എന്നുള്ളൊരു ചിന്തയും എല്ലാം വന്നത്. അപ്പം അതിൽ ഇന്ത്യയിൽ തന്നെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് PGI എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എയിംസ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ചണ്ഡീഗഡിൽ. അപ്പം അവിടെ അതിൻ്റെ ഉപരിപഠനം DM ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഒരു എക്സ്പോഷറും അതിനോടുള്ള താല്പര്യവും എല്ലാം തീർച്ചയായും അവിടെ നിന്നാണ് കിട്ടിയത്. അപ്പം അതിനുശേഷം എൻ്റെ വൈഫിൻ്റെ വീട് ഇരിട്ടിയാണ്. അപ്പം അതാണ് കണ്ണൂരുമായിട്ടുള്ള ഫസ്റ്റ് കണക്ഷൻ.
അപ്പം ഞാൻ പ്രാക്ടീസ് എവിടെ ചൂസ് ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്ന സമയത്ത് കണ്ണൂരിലാണ് എൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് കൂടുതൽ ഡിഫറൻസ് ഉണ്ടാകുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഞാൻ അവിടെ ആദ്യം തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും ജോബ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ 1.5 വർഷമായിട്ട് കിംസ് ശ്രീചന്ദ് എന്ന രീതിയിൽ ആ ഹോസ്പിറ്റലിലേക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇരിട്ടിയിൽ അമല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഡയാലിസിസ് സെൻറ്റേഴ്സ് ഈ പറഞ്ഞ പോലെ ഏഞ്ചൽ ഡയാലിസിസ് സെൻറ്റേഴ്സ് കരുവഞ്ചാലും തന്തോടും ഇരിട്ടി, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലും ഡയാലിസിസ് സെൻറ്റേഴ്സ് അതുപോലെ വിസിറ്റും ഉണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പം കരുവഞ്ചാലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതിന് മുൻപ് അവിടെ ഒരു ഡയാലിസിസ് സെൻറ്റേഴ്സോ അങ്ങനെ ഒരു നെഫ്രോളജി സേവനമോ ഇല്ലാതിരിക്കുമ്പോൾ ഈ പേഷ്യൻസ് എല്ലാം എന്ത് ചെയ്തിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുക അവർ ഡയാലിസിസിന് വേണ്ടി ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് കണ്ണൂർ വന്ന് ഡയാലിസിസ് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം പലപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ ഒരു മേഖലയിൽ ആളുകൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ആരോടും അവിടെ ഒരു ഡയാലിസിന് വേണ്ടി ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആരോടും നോ പറയാറില്ല. കാരണം അതിൻ്റെ ഡിഫിക്കൽട്ടി എന്താണ്, നമ്മളവിടെ ഒരു നോ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് എന്നുള്ളത് തീർച്ചയായും അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാ പേഷ്യൻസിനെയും അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പം ഓൾറെഡി ഡയാലിസിസ് എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒരു പേഷ്യൻറ്റ് ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, ഒരു ഫാമിലിക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ആ ഒരവസ്ഥയിൽ ഈ ഒരു മലയോര മേഖലയിൽ ഡയാലിസിസ് സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ ഡയാലിസിസ് പേഷ്യൻറ്റിന് എന്നാൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. അതിൽ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മലയോര മേഖലയിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ച റോബോട്ടിക് സർജറി കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ടോം സാർ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായ രീതിയിൽ എങ്ങനെയാണ് ഒരു കിഡ്നി പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നതെന്നും നമ്മളോട് വ്യക്തമായി പറഞ്ഞു തന്നു. എല്ലാ ഷെക്കൈന പ്രേക്ഷകരുടെ പേരിലും സാറിന് നന്ദി പറയുന്നു. താങ്ക് യു.